എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ സ്തുല്യോധന്യവുമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ ആരാധനയിൽ കടന്നു വന്ന് സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്ന പകൽ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ സ്വർഗ്ഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല കൃപയ്ക്കായി, നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഒരു ചിന്ത നമുക്ക് ഒന്നിച്ച് ചിന്തിച്ച് കർത്തൃപാദപീഠത്തിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ ദൈവസന്നിധിയിൽ ശരണപ്പെടുകയാണ്. മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 18, 19, 20 വാക്യങ്ങൾ വായിക്കാം. മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 18, 19, 20 വാക്യങ്ങൾ. യേശു അടുത്ത് നിന്ന്, സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു. യേശു അടുത്ത് നിന്ന് സ്വർഗ്ഗത്തിലും ഭൂമിയിലും സർവ്വ അധികാരവും നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കി കൊള്ളുവിൻ. സ്വതന്ത്രം 3 തലങ്ങളാണ് നാം അവിടെ വായിച്ചത്. അതിലെ നടുക്കത്തെ വാക്യം മാത്രമാണ് ഇന്ന് പകൽ ചിന്തയ്ക്ക് ആധാരമായി എടുക്കുന്നത്. മത്തായി സുവിശേഷം 28, 18, 19, 23 വാക്യങ്ങളിൽ ഒറ്റ വാക്യം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം, ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം. ദൈവിക പദ്ധതികളുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിലൂടെയാണ് വിടുതലുകൾ വെളിപ്പെട്ടു വരുന്നത്. ക്രിസ്തുവിലൂടെയാണ് നമ്മുടെ രോഗത്തിന് സൗഖ്യം വെളിപ്പെടുന്നത്. ക്രിസ്തുവിലൂടെയാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ദൈവിക പദ്ധതികളുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിലൂടെ മാത്രമേ രോഗസൗഖ്യം നടക്കൂ. ക്രിസ്തുവിലൂടെ മാത്രമേ അത്ഭുതങ്ങൾ സംഭവിക്കൂ. ക്രിസ്തുവിലൂടെ മാത്രമേ നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുകയുള്ളൂ. എന്നാൽ ഇവിടെ പറയുന്ന ഒരു പദം, നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. കണ്ടോ, തൃത്വം പറഞ്ഞു വരുമ്പോൾ പുത്ര പരിശുദ്ധാത്മാവെന്ന തൃത്വത്തിന്റെ മധ്യത്തിനായി, കേന്ദ്രമായി ക്രിസ്തുവിനെ കൊടുത്തിരിക്കുകയാണ്. പുതിയ നിയമത്തിനകത്ത് സുവിശേഷങ്ങൾ മാത്രമാണ് ഇന്ന് പകൽ ചിന്തിക്കുന്നത്. സുവിശേഷങ്ങളിലും യേശു ക്രിസ്തുവിനെ സവിസ്തരമായി നമുക്ക് പരിചയപ്പെടാൻ സാധിക്കുന്നു. യേശു ആരാണെന്നും എന്താണെന്നും എങ്ങനെ ജനിച്ചുവെന്നും എങ്ങനെ ജീവിച്ചുവെന്നും എങ്ങനെ മരിച്ചുവെന്നും മരണത്തിന് ശേഷം ഇപ്പോൾ എവിടെയാണെന്നും. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ മധ്യത്തിൽ ഇറങ്ങി വരുവാൻ കരുത്തുള്ള ഒരു ദൈവമാണെന്നും സുവിശേഷങ്ങളിൽ സവിസ്തരം മത്തായി, മർക്കോസും ലൂക്കോസും യോഹന്നാനും ഒരുപോലെ പ്രസ്താവിക്കപ്പെടുമ്പോൾ അതിനകത്ത് ഈ 4 സുവിശേഷങ്ങളുടെ അകത്തളങ്ങളിലും അവൻ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഈ ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ നടുവിൽ മധ്യത്തിൽ നിർത്തിക്കൊണ്ടാണ് അവൻ ഈ സുവിശേഷങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നത്. ലേഖനങ്ങളിലും ക്രിസ്തു തന്നെയാണെങ്കിലും ഏറ്റവും കൂടുതലായി സുവിശേഷങ്ങളിലാണ് ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. യേശു എന്ന പദം മാത്രം ധാരാളമായി നിരവധിയായി പറയപ്പെട്ട മേഖലകൾ ക്രിസ്തുവിന്റെ കാലയളവിൽ സുവിശേഷങ്ങളിലൂടെയാണ്. ഇവിടെ പറയപ്പെട്ട വാക്യവും മത്തായി എഴുതിയ വാക്യമാണ്. നിങ്ങൾ പുറപ്പെട്ട് അവൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു അനേകരെ എന്റെ ശിഷ്യരാക്കി കൊള്ളുവീൻ എന്നാണ് ആമേൻ, സ്തോത്രം, അവിടെ പറയുന്നത്. പുത്രൻ എന്ന ക്രിസ്തുവെന്ന സ്തോത്രം കർത്താവ് പുത്രൻ, സ്തോത്രം, പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നടുക്കായിട്ട് എന്ന് പറഞ്ഞാൽ തൃത്വത്തിൽ മധ്യത്തിലുള്ളവനായി നടുക്കായി പുത്രൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഒരു ദൂത് കൈമാറാം. അവൻ നമ്മുടെ ജീവിതത്തിന്റെ മധ്യഭാഗത്തായി കേന്ദ്രസ്ഥാനം ദൈവത്തിന് കൊടുത്താൽ നിശ്ചയമായി നമ്മുടെ ജീവിതത്തിനകത്ത് വിടുതലുകൾ സംഭവിക്കും, നിശ്ചയമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് കേന്ദ്രസ്ഥാനം
ധനത്തിനും സുഖത്തിനും മാനത്തിനും ഒക്കെ കൊടുക്കുമ്പോൾ ആമേൻ ആമേൻ നമ്മുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ സംഭവിപ്പാൻ സാധ്യതകൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രസ്ഥാനം ക്രിസ്തുവിൽ ഫോക്കസ് ചെയ്താൽ, ക്രിസ്തുവിൽ വെച്ചാൽ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ വിടുതലുകൾ ഉണ്ടാകുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസവേഷമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിക്കുകയും 33 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുകയും 3.5 വർഷക്കാലത്ത് തന്നെ പരസ്യ ശുശ്രൂഷയെങ്കിൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും ആമേൻ രോഗികളെ സൗഖ്യമാക്കുകയും ദൈവപ്രവർത്തികളെ അയക്കുകയും സുവിശേഷത്തെ ഉറപ്പിക്കുകയും വചനത്തെ ഉറപ്പിക്കുകയും ചെയ്ത ആമേൻ കർത്താവ് ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. ക്രിസ്തു നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലല്ല, മറിച്ച് ക്രിസ്തു നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്ര സ്ഥാനമായി വെളിപ്പെട്ടു വരട്ടെ. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം നമ്മുടെ ലൈഫിനകത്ത് ഉണ്ടാകട്ടെ. ആമേൻ ഏറ്റവും പ്രധാനപ്പെട്ട ആമേൻ സ്തോത്രം കാര്യം നമ്മുടെ ജീവിതത്തിനകത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാൾ ക്രിസ്തുവായി മാറുമ്പോൾ നമ്മുടെ ജീവിതം മനോഹരമായി തീരുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധത്വം എഴുതുമ്പോഴും ആമേൻ തൃത്വത്തിൽ വരുമ്പോഴും ആമേൻ പുത്രൻ മധ്യത്തിലാണ്. ഇന്ന് പകൽക്കാലം പുത്രൻ തമ്പുരാൻ പറയുക, എന്നിലൂടെ അല്ലാതെ നിങ്ങൾ പിതാവിന്റെ അടുക്കൽ കടക്കുന്നില്ല, എന്നിലൂടെ അല്ലാതെ നിങ്ങൾ പിതാവിന്റെ അടുക്കലേക്ക് കടക്കുന്നില്ല. എന്റെ പിതാവിനെ അറിഞ്ഞത് ഞാൻ മുഖാന്തരമാണ്. എന്നിലൂടെ അല്ലാതെ നിങ്ങൾ അകത്ത് കയറുകയും അവൻ പുറത്തിറങ്ങുകയും ചെയ്യുന്നില്ല. ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവൻ, അതെ ഞാൻ തന്നെയാണ് വാതിൽ. അവൻ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഏക വാതിൽ ഞാൻ തന്നെയാണ്. എന്റെ ദൈവത്തെ പിതാവിനെ യഹോവയാം ദൈവത്തെ കണ്ടുമുട്ടാനും ഞാനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു മാർഗമില്ല. അതുകൊണ്ടാണ് അവൻ തിരുവചനത്തിൽ വായിക്കുന്നത്, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടാൻ മറ്റൊരു നാമമില്ല, ഏക നാമം യേശു ക്രിസ്തു എന്ന ഏക നാമം മാത്രമാണ്. സ്വർഗത്തിനും ഭൂമിക്കും മധ്യസ്ഥന്മാർ ഒട്ടനവധി ആളുകളില്ല. തിരുവചനം പറയുന്നു, ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിൽ ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തു മാത്രമാണ്. തന്റെ ചങ്കിലെ ചോര മുഴുവനും മുറ്റിക്കൊടുത്ത യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു രക്ഷ നിന്റെ ലൈഫിനകത്ത് ഉണ്ടാകത്തില്ല. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു വിടുതൽ നിന്റെ ലൈഫിനകത്ത് ഉണ്ടാകത്തില്ല. നീ നേരിടുന്ന പ്രശ്നത്തിനകത്ത് കുറുക്കു വഴികൾ ഏറെയില്ല, ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, അത് യേശു ക്രിസ്തു മാത്രമാണ്. ഇന്ന് പകൽക്കാലം അവൻ കാരാഗ്രഹ പ്രമാണിയോട് പറയുക, അവൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവാണ് നമ്മുടെ നായകൻ. അവനിലൂടെ മാത്രമേ നമുക്കൊരു വിടുതലുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മുഴു മഹത്വം കൊടുക്കാൻ യോഗ്യൻ അവൻ മാത്രമാണ്. മുഴുവൻ ആരാധനയ്ക്ക് യോഗ്യൻ യേശു മാത്രമാണ്. യേശുവില്ലാത്ത ജീവിതം അവൻ സീറോയാണെങ്കിൽ യേശുവുള്ള ജീവിതം ഹീറോയാണ്. ഇന്ന് പകൽ എത്ര പേർക്ക് അത് മനസ്സിലാകും? യേശുവില്ലാത്ത ജീവിതം സീറോയാണെങ്കിൽ യേശുവുള്ള ജീവിതം ഇന്ന് പകൽ ഹീറോയാണ്. പണമുണ്ടെങ്കിലും വീടുണ്ടെങ്കിലും വാഹനങ്ങളുണ്ടെങ്കിലും യേശുവില്ലെങ്കിൽ അവൻ നിന്റെ ജീവിതം എവിടെ ഉണ്ടെങ്കിലും അവസാനിക്കുകയല്ലാതെ മറ്റൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷെ ഒന്നുമുണ്ട്, അവൻ എല്ലാം ഉണ്ടെങ്കിലും അല്ല ഒന്നുമില്ലെങ്കിലും അവൻ നിന്റെ വീടിനകത്ത് യേശു ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം മരണത്തിനപ്പുറം ഒരു ജീവിതത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന മകൾ സ്നേഹപ്രഭയാണ് യേശു ക്രിസ്തു എന്ന സത്യം. അതാണ് സുവിശേഷങ്ങളിൽ വെളിപ്പെട്ട് നിൽക്കുന്നത്. എന്താണ് സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. ബൈബിൾ മുഴുവനും യേശു എന്ന ലോക രക്ഷകനെ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്നതിന്റെ ഏക കാരണം നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഏകൻ മാത്രമാണ് ഈ ഉലകത്തിലേക്ക് വന്നത്. അവന്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. ഹല്ലേലൂയ. അവൻ നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി അവൻ അവസാനത്തും രക്തവും തന്നവന്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ നിനക്കൊരു വിടുതലില്ല. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ നിനക്കൊരു പരിഹാരമില്ല. അവൻ മോക്ഷമാർഗങ്ങൾ തേടി തീർത്ഥാടനങ്ങളിൽ കയറിയിറങ്ങി അലഞ്ഞിട്ടും വിടുതലില്ലെങ്കിൽ യേശുവിൽ കൂടെ മാത്രമേ നിന്റെ രക്ഷയുള്ളെന്ന്, യേശുവിലൂടെ മാത്രമേ നിന്റെ വിടുതലുള്ളെന്ന് ഇന്ന് പകൽക്കാലം സവിസ്തരം പ്രസ്താവിക്കപ്പെടുകയാണ്. ഇന്ന് പകൽ എത്ര ഹൃദയങ്ങളുടെ അകത്തളങ്ങളിൽ യേശു എന്ന സത്യം ചലിക്കുന്നു. യേശു എന്ന സത്യം നിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ചലിച്ചു തുടങ്ങിയാൽ അവൻ ഭവനത്തിനകത്തളങ്ങൾ വിടുതലുണ്ടാകും. നീ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ വിടുതലുണ്ടാകും യേശുവിന്റെ നാമത്തിൽ.
ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ കെട്ടിയുണ്ടാക്കുന്ന മണിമാളികകളിലോ നിങ്ങൾ കെട്ടിയുണ്ടാക്കുന്ന പള്ളികളിലോ കൈപ്പണിയായി ഉണ്ടാക്കുന്ന ഒരു ക്ഷേത്രങ്ങളിലും അവൻ വസിക്കുന്നില്ല. പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം അതെന്താണ്? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ഇന്ന് പകൽക്കാലം ഒരു ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറാം. അവൻ കല്ലറയുടെ പുറത്ത് അവൻ ഇവിടെ ഇല്ല എന്ന് എഴുതി വെച്ചിരിക്കുമ്പോൾ അവൻ രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനനം പ്രാപിച്ച ദൈവജനത്തോട് പറയാം, കല്ലറയ്ക്കകത്ത് അവനില്ലെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ വാണരുളുന്ന ഒരുവനാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. അവനെ തേടി നിങ്ങളെങ്ങും പോകണ്ട. അവനെ തേടി അവൻ പുണ്യകേന്ദ്രങ്ങളിൽ പോകണ്ട. അവനെ തേടി ദീർഘദൂരങ്ങൾ യാത്രകൾ നടത്തണ്ട. അവനെ തേടി സ്തോത്രം നേർച്ച കാഴ്ച വഴിപാടുകൾ അവൻ നടത്തിയിട്ട് കാര്യമില്ല. അവൻ നിന്റെ ഹൃദയത്തിലാണുള്ളത്. വിശ്വസിക്കുന്നവന്റെ ഉള്ളത്തിനകത്ത് യേശുവേ എന്ന് വിളിക്കുമ്പോൾ ഹൃദയത്തിന്റെ കവാടം തുറന്നു കൊടുക്കുമ്പോൾ അവൻ ഏകരക്ഷകനായി നിന്റെ ജീവിതത്തിന്റെ പ്രഥമ സ്ഥാനം യേശുവിനായി മാറട്ടെ. പല പ്രശ്നങ്ങൾക്കും പരിഹാരമില്ലാത്തതിന്റെ കാരണം പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാത്തതിന്റെ കാരണം നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രസ്ഥാനം യേശുവല്ല. നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രസ്ഥാനം സമ്പത്തായി മാറുന്നു. നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രസ്ഥാനം സ്വാധീനങ്ങളായി മാറുന്നു. നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രസ്ഥാനം ലോകത്തിൻ്റെതായ പല കാര്യങ്ങളായി തീരുന്നു. ഇന്ന് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ കുറുക്കു വഴികൾ ഏറെയില്ല. ഒറ്റ വഴി മാത്രം. നിന്റെ ജീവിതത്തിന്റെ കേന്ദ്രസ്ഥാനം യേശുവിന് അർപ്പിക്കാമെങ്കിൽ നിശ്ചയം ഇന്ന് പകൽ ഇവിടെ വെളിപ്പെടുന്ന സുവിശേഷത്തിന്റെ ശക്തി ചില ഹൃദയങ്ങളെ കീഴടക്കിക്കൊണ്ട് ഒരത്ഭുതത്തിന്റെ വീടിനകത്ത് വെളിപ്പെടുത്തിയ അടുത്ത പദത്തിലേക്ക് പോകാം. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 27-28 വാക്യങ്ങൾ വായിച്ചാണ്. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 27-28 വേദഭാഗങ്ങൾ. അവർ രണ്ട് കള്ളന്മാരെ ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി അവനോട് കൂടെ ക്രൂശിച്ചു. സ്തോത്രം 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 സ്തോത്രം. ഇന്ന് പകലിൽ കണ്ടോ? ആമേൻ 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 ഹല്ലേലൂയ. കള്ളന്മാരുടെ നടുവിൽ അവൻ കിടക്കുകയാ. കള്ളന്മാരുടെ നടുവിൽ. ഒന്ന് ഞാൻ പറഞ്ഞു, തൃത്വത്തിന്റെ മധ്യത്തിലാണ് പുത്രന്റെ സ്ഥാനം. രണ്ട്, കള്ളന്മാരുടെ നടുക്കാണ് മധ്യത്തിലാണ് യേശുവിന്റെ സ്ഥാനം. രണ്ട് കള്ളന്മാരെ ഒരുവനെ ഇടതും ഒരുവനെ വലതുമായി ക്രൂശിച്ച് നടുക്ക് തലയോടിടമെന്ന് അർത്ഥം വരുന്ന അവൻ യേശുവിനെ ക്രൂശിക്കുകയാണ്. രണ്ട് കള്ളന്മാരുടെ നടുവിൽ മൂന്നാണികളുടെ മേൽ അവനെ ക്രൂശിക്കുകയാണ്. അവൻ പ്രിയതേ സ്തോത്രം. രണ്ട് കള്ളന്മാരുടെ നടുവിൽ ക്രൂശിച്ചത് കൊണ്ട് എന്താ സംഭവിച്ചതെന്ന് അറിയണ്ടായോ? ഒരു കള്ളൻ പറയുക, സ്തോത്രം ഹല്ലേലൂയ, നീ അത്ഭുതങ്ങൾ ചെയ്തവനല്ലേ, നീ വിടുതലുകൾ ചെയ്തവനല്ലേ, നിനക്ക് നിന്നെ തന്നെ വിടുവിച്ച് ഞങ്ങളെയും കൂടെ വിടുവിച്ച് കൂടെ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ മറുകള്ളൻ പറയുകയാണ്, ആമേൻ 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 സ്തോത്രം, നാമോ ചെയ്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുമ്പോൾ ഇവൻ ചെയ്യാത്ത കുറ്റത്തിനാണ് ഈ ക്രൂശിന്റെ മേൽ തൂക്കപ്പെട്ടിരിക്കുന്നത്. കൊടുങ്കുറ്റവാളികൾക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് ക്രൂശീകരണം എന്ന് പറയുന്നത്. ഇഞ്ചിഞ്ചായി മരിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി ക്രൂശീകരണം കൊടുങ്കുറ്റവാളികൾക്ക് കൊടുക്കുന്ന ശിക്ഷയാണ്. അവൻ പെട്ടെന്ന് മരിക്കത്തില്ല. അവൻ മുട്ടൊടിച്ചു കഴിയുമ്പോഴാണ് പൂർണ്ണമായുള്ള മരണം സംഭവിക്കുന്നത്. ഇഞ്ചിഞ്ചായി വേദന അനുഭവിച്ച മണിക്കൂറുകൾ ക്രൂശിൽ കടന്ന് മരിക്കണം. ഒരു തെറ്റും ചെയ്യാതെ അവൻ പുത്രൻ കിടക്കുമ്പോൾ ഒരു കള്ളൻ പറയുക, നാമോ അവൻ ചെയ്ത തെറ്റിനൊത്തവണ്ണം നാം അവൻ അനുഭവിക്കുമ്പോൾ ഇവനോ ചെയ്യാത്തതിനൊത്തവണ്ണമാണ്. ഇവൻ ഒരു തെറ്റും ചെയ്യാതെയാണ് ഇവൻ ക്രൂശിൽ കിടക്കുന്നത്. അവൻ ആ കള്ളൻ പറയുന്ന അടുത്ത പദം, ദൈവമേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. ഇന്ന് പകൽക്കാലം ഒരു ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. കള്ളന്മാരുടെ നടുവിൽ ക്രൂശിച്ചത് എന്തിനാണെന്ന് പടയാളികൾക്ക് അറിയത്തില്ലെങ്കിലും അവൻ തമ്പുരാൻ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ഈ നടുവിലുള്ള ക്രൂശീകരണം ഒരു കള്ളനെയും കൂടി പറുദീസായുടെ അനുഭവത്തിൽ കൊണ്ടുപോകണമെന്നുള്ളത് കണ്ടോ. അന്ന് വരെ രക്ഷിക്കപ്പെടാത്ത കള്ളൻ, അന്ന് വരെ ദൈവകൃപ അനുഭവിച്ചിട്ടില്ലാത്ത കള്ളൻ, അന്ന് വരെ ദൈവ സാന്നിധ്യം അനുഭവിച്ചിട്ടില്ലാത്ത കള്ളൻ, ആ കള്ളൻ പറയുക, രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണേ. അടുത്ത പദം, ഒറ്റ പദത്തിനകത്ത് അവരവിടെ പാപമേറ്റു പറഞ്ഞതായി കേൾക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ചെയ്ത കുറ്റത്തിന്, ഇവൻ ചെയ്യാത്ത കുറ്റത്തിന്, അതെ അവൻ
ചെയ്തു പോയ പാപങ്ങൾ ഓരോന്നോരോ അക്കമിട്ടവൻ പറഞ്ഞില്ല, ഒറ്റ പദമേ പറഞ്ഞുള്ളൂ, ഞാൻ ചെയ്ത കുറ്റത്തിനാണ് ശിക്ഷ അനുഭവിക്കുന്നത്, ഇവൻ ചെയ്യാത്ത കുറ്റത്തിനാണ് ശിക്ഷ അനുഭവിക്കുന്നത്. അടുത്ത പദങ്ങൾ പറയുക, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണേ. ഒറ്റ പദം. അടുത്ത പദത്തിൽ പുത്രൻ തുറന്നു പറയുകയാണ്, ആമേൻ, ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിലിരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആമേൻ 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 കള്ളനങ്ങ് സമ്മതിച്ചു കൊടുക്കുക, ഞാൻ പാപിയാണ്, നീ പാപിയല്ല. ഇന്ന് പകൽക്കാലം ഒരു ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറാം, ഞാൻ പാപിയാണ്, അങ്ങ് പാപി അല്ല എന്ന് അവൻ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായപ്പോൾ, അത് വാ കൊണ്ട് പ്രസ്താവിക്കാൻ തയ്യാറായപ്പോൾ അവിടെ ഒരു വിടുതൽ സംഭവിക്കുന്നത് കണ്ടോ. ഒരു കള്ളൻ അവൻ സ്തോത്രം നിത്യതയുടെ അവകാശിയായി, നിത്യതയുടെ അവകാശിയായി, നിത്യജീവന്റെ അവകാശിയായി മാറിയത് കണ്ടോ. ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്, ക്രിസ്തു നമ്മുടെ ജീവിതത്തിന്റെ ആമേൻ പരമസ്ഥാനം ക്രിസ്തുവിന് കൊടുത്താൽ നിശ്ചയമാണ് നമ്മുടെ ജീവിതത്തിനകത്ത് നാം പ്രതീക്ഷിക്കുന്നത് അപ്പുറമായ ഒരു വിടുതൽ നമ്മുടെ ലൈഫിനകത്ത് സംഭവിക്കും, ഉറപ്പാണ്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാമെങ്കിൽ ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ ലൈഫിനകത്ത് വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് രണ്ട് കള്ളന്മാരുടെ നടുവിൽ അവരെ ക്രൂശിക്കുവാൻ കാരണം, രണ്ട് കള്ളന്മാരുടെ നടുവിൽ അവരെ ക്രൂശിക്കുവാനുള്ള ഏക കാരണം ഇത് മാത്രമാണ്. രണ്ട് കള്ളന്മാരുടെ നടുവിൽ അവരെ ക്രൂശിക്കുവാനുള്ള കാരണം ഇതാണ്. ആമേൻ ആമേൻ. അവരുടെ മധ്യത്തിൽ പാപമില്ലാത്തവൻ അവന്റെ മധ്യത്തിൽ ക്രൂശിക്കപ്പെടുകയാണ്. അവൻ പാപം ചെയ്തവർ അപ്പുറവും ഇപ്പുറവും കിടക്കുമ്പോൾ പാപമില്ലാത്ത ഒരുവൻ അവൻ ക്രൂശിക്കപ്പെട്ടിരുന്നു. പകൽക്കാലം അവൻ ദൈവജനത്തോടൊരു ദൂത് കൈമാറാം. പാപമില്ലാത്തവൻ ആമേൻ 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 സ്തോത്രം ഹല്ലേലൂയ. പാപമില്ലാത്തവൻ അവൻ പാപികളായ നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തവും നൽകി, അവൻ ചങ്കിലെ ചോര മുഴുവനും നൽകി, അവൻ നമ്മുടെ പാപത്തിന്റെ കറയെ കഴുകിക്കളഞ്ഞ കാനാവിൽ ആരംഭിച്ച് കാൽവറിയിൽ അവസാനിപ്പിച്ച ആമേൻ ആമേൻ അവസാനത്തുള്ളി രക്തവും നമുക്ക് വേണ്ടി നൽകിയ ഒരു തമ്പുരാൻ നമുക്ക് വേണ്ടി ഇന്ന് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. മറന്നുപോകരുത്, പിതാവിന്റെ വലതുഭാഗത്തേക്ക് ആരോഹണം ചെയ്തു പോയി ഇന്നും എനിക്കും നിനക്കും വേണ്ടി അവൻ പക്ഷപാതം ചെയ്യുന്ന നല്ലൊരു ആത്മമണവാളൻ നമുക്കുണ്ട്. ആ മണവാളന്റെ ഒരു പ്രത്യേകതയും കൂടെ പറയാം, തന്നെ കാത്തിരിക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർത്താൽ ആകാശമേഘങ്ങളിൽ വീണ്ടും അവർ കടന്നു വരും. അതുകൊണ്ട് തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കും ജീവനോട് ശേഷിക്കുന്ന നാം അവനോടുകൂടി രൂപാന്തരപ്പെടുവാൻ ഇടയായി തീരും. ഇത് പകൽ മറന്നു പോകരുത്, നമുക്കൊരു വീണ്ടെടുപ്പുണ്ട്, നമുക്കൊരു രക്ഷയുണ്ട്. അവൻ കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ടത്, അവസാനത്തുള്ളി രക്തവും നൽകിയത്, അവരെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർപ്പാൻ ആത്മാവളനായ ക്രിസ്തു തന്റെ സഭയെ ചേർപ്പാൻ വരുന്ന സുദിനം അസന്നമായി. അതുകൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ പദം ഒന്നും കൂടി ആവർത്തിക്കട്ടെ, കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം ഒഴിഞ്ഞു പോകും, എന്നാൽ ഒരു പുതുയുഗം വിരിയും. ഒരിക്കലും മടങ്ങി വരാതെ വേണം നാം നിത്യതയിൽ പ്രവേശിക്കുന്ന ആ നല്ല മഹൽ സുദിനം, അവൻ മണവാളന്റെ കല്യാണനാൾ അസന്നമായിരിക്കുന്നു. ദൈവജനമേ, ഇന്ന് പകൽക്കാലം അവനോടുകൂടി എടുക്കപ്പെടാൻ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? അവനോടുകൂടി അവൻ പോകുവാൻ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് പകൽ സുവിശേഷം വിളിച്ചു പറയുന്നു, ഏത് മനുഷ്യന്റെ പാപത്തെ കഴുകിക്കളവാൻ യേശുവിന്റെ രക്തം മതിയായതാകുന്നു. യേശുവേ എന്ന് നിലവിളിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിനകത്ത് വീടുപോയ പാപത്തിന്റെ അവൻ കരകളെ കഴുകിക്കളഞ്ഞുകൊണ്ട് ഒരു വിടുതൽ നൽകാൻ യേശുവിന്റെ രക്തത്തിന് സാധ്യമാണ്. ഇത് പകലിൽ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുക. അടുത്ത പദം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാം വാക്യം. ദൈവത്തിന്റെ മഹത്വം. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ ആയ ദിവസം, ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം മതി. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ വൈകുന്നേരമായപ്പോൾ, നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കുകയാണ്. യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കുകയാണ്. എന്തു ചെയ്യുമെന്നറിയാതെ യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാർ വാതിൽ അടച്ചകത്തിരിക്കുമ്പോൾ
അടച്ചിരുന്ന വാതിലിനകത്ത് ഇറങ്ങി വന്നൊരുവൻ പറയുക, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞാൽ ഭയത്തെ പുറത്താക്കി നഷ്ടപ്പെട്ടു പോയ സമാധാനത്തെ റീസ്റ്റോർ ചെയ്യുന്ന ദൈവം. ഇത് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിന്റെ നഷ്ടപ്പെട്ടു പോയ സമാധാനത്തെ മടക്കി തരാൻ ഹൃദയത്തിനകത്തും ഭവനത്തിന്റെ അകത്തളങ്ങളിലും വ്യാപരിക്കുന്ന ഭയത്തെ ഇന്നു പകൽ സ്വർഗം പുറത്താക്കി നഷ്ടപ്പെട്ടു പോയ സമാധാനത്തെ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളുടെ ജീവിതത്തിലേക്ക് റീസ്റ്റോർ ചെയ്ത് നൽകാൻ പോകുകയാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ആമേൻ. ഭയപ്പെടുന്നവരുടെ നടുവിലാണ് അവൻ ഇറങ്ങി വന്നത്. കണ്ടോ, ഭയപ്പെടുന്നവരുടെ നടുവിൽ. ഒന്ന് ആമേൻ സ്തോത്രം, ആമേൻ തൃത്വത്തിൽ മധ്യത്തിൽ. രണ്ട് കള്ളന്മാരുടെ നടുവിൽ. മൂന്നും ഭയപ്പെടുന്നവരുടെ നടുവിൽ. വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്ന് വന്ന ആമേൻ 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 കണ്ടോ, അടച്ചിരിക്കുന്ന വാതിലിനകത്ത് ആത്മാവായ ദൈവം ആമേൻ അവരുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് നിൽക്കുകയാ. ഇന്ന് പകലിൽ മറന്നു പോകരുത്. ആമേൻ ആമേൻ ആമേൻ. ഏതെങ്കിലും ജീവിതത്തിന്റെ വൈഷമ്യ ഘട്ടങ്ങളിൽ ഭയം നിന്നെ അലട്ടുന്നെങ്കിൽ അതിന്റെ നടുവിലും ഇറങ്ങി വന്ന് സമാധാനത്തെ കൈമാറാൻ കരുത്തുള്ള ഒരേ ഒരു സത്യം, അത് സുവിശേഷം മാത്രമാണ്. ഇങ്ങനെയാണ് കെരീതിന്റെ ആമേൻ ഹല്ലേലൂയ ചൂരച്ചെടിയുടെ കീഴിൽ പ്രവാചകൻ കടന്നുകൊണ്ട് മദിനാഥ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന അവസ്ഥ. ഭയപ്പാട് ഹൃദയത്തിനകത്ത് കയറി അവൻ മരിച്ചു പോകുമെന്നുള്ള ഭയം അവനെ വല്ലാതെ അലട്ടുമ്പോൾ ദൂതൻ വന്ന് തട്ടി ഉണർത്തിയിട്ട്, ഭയപ്പെട്ടിരിക്കാനുള്ളവനല്ല നീ, അവൻ നിനക്കൊരു ദൂരയാത്രയുണ്ടെന്ന് പറഞ്ഞ് അവന്റെ പുറത്തു തട്ടി അവനെ മുൻപോട്ട് ഓടിക്കുന്ന ഒരു ദൈവകൃപ ഇന്ന് പകൽക്കാലം ചിലരോടുള്ള ദൈവത്തിന്റെ ദൂതാണ്. ഭയപ്പെട്ട് മരണക്കാത്തിരിക്കാനല്ല നിന്റെ വിളി. നിനക്കൊരു ദൂരയാത്രയുണ്ട്, നിനക്കൊരു ദൂരയാത്രയുണ്ട്. നിനക്ക് ഇനിയും മുമ്പോട്ട് പോകാൻ കിടക്കുന്നു. ഇനിയും ചില ശുശ്രൂഷകൾ ചെയ്തു തീർക്കുവാനുണ്ട്. ഇവിടെ കൊണ്ട് നിന്റെ ജീവിതം അവസാനിക്കുകയല്ല. ചൂരച്ചെടിയുടെ കീഴിൽ നിന്റെ ആത്മാവ് എടുക്കപ്പെടുകയല്ല. നിന്റെ ജീവൻ തീരുകയല്ല. ഈ പ്രതിസന്ധിയുടെ നടുവിൽ നീ തീർന്നു പോകുകയല്ല. ഈ പ്രതികൂലത്തിന്റെ നടുവിൽ നീ തകർന്നു പോകുകയല്ല. മരണത്തിനപ്പുറമായി ഒരു ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം നിന്നെ തൊടുകയാ. പ്രിയരേ, ഒരു കാര്യം ഓർത്തുകൊള്ളുക. യാക്കോബിനെ കൊന്നു കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെ കൊല്ലുവാൻ കാരാഗ്രഹത്തിനകത്തളങ്ങളിൽ അവൻ പൂട്ടിയിരിക്കുമ്പോൾ അവൻ ഭയപ്പാടുള്ളവർ ഭയപ്പെട്ടിരിക്കും. പ്രിയരേ, അവൻ പുതിയ നിയമത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ശിഷ്യന്മാരാരും മരണത്തെ ഭയപ്പെട്ടിരുന്നില്ല. അവൻ ശിഷ്യന്മാർക്ക് യോഹന്നാൻ ഒഴിച്ച് ബാക്കിയുള്ള ശിഷ്യന്മാർക്കെല്ലാം കിട്ടിയ മരണം അവൻ ക്രൂശീകരണമായിരുന്നു. വാളുകൊണ്ട് കൊല്ലുകയായിരുന്നു, ഗദ കൊണ്ട് അടിച്ചു കൊല്ലുകയാണ്. പല വിധത്തില ശിഷ്യന്മാരുടെ ലൈഫിനകത്ത് മരണം വെളിപ്പെട്ടു വന്നത് സുവിശേഷം അറിയിച്ചു എന്ന അവൻ പേരിൽ. എന്നാൽ യോഹന്നാൻ മാത്രമേ വാർദ്ധക്യത്തിലെത്തി മരിച്ചു എന്ന് കാണുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം അവൻ അടിയേറ്റ് രക്തസാക്ഷികളാകുകയായിരുന്നു. അവരൊന്നും മരണത്തെ ഭയപ്പെട്ടിരുന്നില്ല. മരണത്തെ സ്നേഹത്തോടെ ചുംബിക്കുകയാണ് ചെയ്തത്. പുതിയ നിയമത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷിയായ അവൻ സ്തെഫാനോസും മരണത്തെ ഭയന്നിരുന്നില്ല. മറിച്ച് അതിനപ്പുറം ആത്മമണവാളനെ കണ്ടുകൊണ്ടാണ് അവൻ നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. പുതിയ നിയമസഭയ്ക്ക് മരണം ഒരു ഭയമല്ല, മരണം ഒരു പ്രത്യാശയാണ്, മരണം ഒരു വിടുതലാണ്. ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. മരണത്തിനപ്പുറം ആത്മമണവാളന്റെ മണിയറയിലേക്കുള്ള എൻട്രിങ് ആണ്. അതിനകത്തേക്കുള്ള പ്രവേശനമാണ് മരണം എന്ന് പറയുന്നത്. മരണം അവസാനമല്ല. ഈ രാജ്യത്തിലുള്ള കാലാവധി തീർന്ന് അടുത്ത രാജ്യത്തിൽ ജീവിതം തുടങ്ങുകയാണ്. മറന്നുപോകരുത്. അപ്പം ഇവിടെ ഭയപ്പെട്ട് മരണം കാത്തു നിൽക്കുന്നവരോട് ദൈവാത്മാവ് ഇടപെടുകയ. ഇല്ല ഇല്ല ഇല്ല, ഇവിടെ കൊണ്ട് തീരാനുള്ളതല്ല. നിന്നെ വിളിച്ച ശുശ്രൂഷ ഇവിടെ കൊണ്ട് തീരാനുള്ളതല്ല. ഇനിയും നിനക്കോട്ടമുണ്ട്. ഓട്ടത്തിന്റെ നടുവിൽ കുതികാലി പിടിക്കുന്നത് പോലെ ഓടണ്ട എന്ന് പറയുന്ന ഇരുട്ടിന്റെ ശക്തികളെ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ചുടച്ചുകൊണ്ട് മുന്നേറാനുള്ള ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ വ്യാപരിക്കപ്പെടട്ടെ. പുതിയ നിയമത്തിനകത്ത് അവൻ തീ കായാൻ വേണ്ടി മെലിത്തയുടെ മണ്ണിൽ പൗലോസ് വരുമ്പോൾ പ്രിയരെ, അവൻ കയ്യിൽ കടിച്ചു ഞാൻ കിടന്ന അണലിയെ നിസ്സാരമായി അതിനെ കുടഞ്ഞു കളഞ്ഞപ്പോൾ ബർബരന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവന്റെ ശരീരം വീർക്കും, ഇവനിവിടെ ചത്തു വീഴും, ഇവനിവിടെ പട്ട് വീഴും. മരണം കാത്തു നിൽക്കുകയാ. ബർബരന്മാർ പൗലോസിന്റെ മരണം നോക്കി നിൽക്കുക. ഇവനിപ്പം വീഴും, ഇവനിപ്പം മരിക്കും, ഇവനിപ്പം തീരും എന്ന് പറയുമ്പോഴും അവന് മരണം സംഭവിക്കാത്തതിന്റെ
പറയുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? അകത്ത് ജ്വലിച്ച അഭിഷേകമാണ്, അകത്ത് ജ്വലിച്ച ദൈവകൃപയാണ്. ഒരണലിക്കും എന്റെ ശുശ്രൂഷയെ തീർക്കാൻ സാധ്യമല്ല. ഒരണലിക്കും എന്റെ ലൈഫിന് അതിർവരമ്പ് നിർത്താൻ സാധ്യമല്ല. അതിനപ്പുറം ഒരു ദൈവകൃപ ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. ഭയപ്പാടുകളെ പൊളിച്ചുകൊണ്ട് ജീവന്റെ അതിർവരമ്പുകൾ നിന്റെ ഹൃദയത്തിനകത്ത് വ്യാപരിക്കട്ടെ. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് പറയുന്നത്, യോബ് പറയുന്ന ഒരു പദമുണ്ട്, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? പ്രവാചകന്മാർ കടന്നു വന്നിട്ടും കാലങ്ങൾ കഴിഞ്ഞിട്ടും അതിനൊരു ഉത്തരവില്ലാതിരിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അതിന് മറുപടി പറയുക. എന്താ മറുപടി എന്നറിയാമോ? എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇന്ന് പകൽക്കാലം ഭയപ്പാടുകളെ മാറ്റി, ആമേൻ ആമേൻ ആമേൻ, മരണത്തിന്റെ താഴ്വരകളെ അടിച്ചു മാറ്റി ഇനിയും നിനക്കൊരു ഓട്ടമുണ്ടെന്ന് ദൈവാത്മാവ് ഇടപെടുക. ആമേൻ, ഇനിയും നിനക്ക് മുമ്പോട്ട് പോകാൻ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുക. അതുകൊണ്ട് ഭയപ്പാട് കണ്ട് തീർന്നു പോയെന്ന് പറയരുത്. ഹൃദയത്തിനകത്ത് കയറിയ മരണത്തിന്റെ ഭീതി കണ്ട് എല്ലാം അവസാനിച്ചു എന്ന് പറയുന്നത് ഇല്ല ഇല്ല ഇല്ല. നിനക്കൊരോട്ടമുണ്ട്, നിനക്കൊരോട്ടമുണ്ട്, നിനക്കൊരോട്ടമുണ്ട്. മുൻപോട്ട് ഓടാൻ കിടക്കുകയാ. പൗലോസേ, മെലിത്തവരെ അല്ല നിന്റെ ശുശ്രൂഷ, അണലിയുടെ കടിവരെ അല്ല നിന്റെ ശുശ്രൂഷ, അതിലപ്പുറമാണ്. ഒരണലിക്കും നിന്റെ ശുശ്രൂഷയ്ക്ക് പരിധി വെക്കാൻ കഴിയത്തില്ല. ഒരു പ്രതിസന്ധിക്കും നിന്റെ ലൈഫിന് പരിധി വെക്കാൻ കഴിയത്തില്ല. ഒരു രോഗത്തിനും നിന്റെ ജീവന് പരിധി വെക്കാൻ കഴിയത്തില്ല. അതിനപ്പുറം വ്യാപരിക്കുന്ന ദൈവസൗഖ്യം, രോഗസൗഖ്യം, ദൈവിക ശക്തി, ദൈവിക ജീവൻ ഇന്ന് പകലിൽ അത് നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് സ്വീകരിക്കാൻ കരുത്തുള്ള ദൈവജനം ആത്മാവിൽ അതിനെ സ്വീകരിച്ചാട്ടെ. ഒരു വലിയ ദൈവപ്രവൃത്തി നിങ്ങളുടെ ലൈഫിനകത്ത് വെളിപ്പെട്ടു വരിക. വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോകാം. 5-ാം അധ്യായം 6-ാമത്തെ വാക്യം. ദൈവത്തിന്റെ മഹത്വം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 6-ാം വാക്യം. ഞാൻ സിംഹാസനത്തിന്റെ 4 ജീവികളുടെ നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. വെളിപ്പാട് പുസ്തകം 5-ന്റെ 6 പറയുകയാണ്, ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും. ഒന്ന്, സിംഹാസനത്തിന്റെ 4 ജീവികളുടെ നടുവിൽ. 2, മൂപ്പന്മാരുടെ മധ്യത്തിലും. സിംഹാസനത്തിന്റെ 4 ജീവികളുടെ നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും. എന്താ കണ്ടത്? ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. ആരാ കുഞ്ഞാട്? നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. അതെ, ഉനമില്ലാത്ത, പാപമില്ലാത്ത കുറുപ്രാവായ ക്രിസ്തു നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടിരിക്കുന്നു. പഴയ നിയമത്തിനകത്ത് പാപം ചെയ്യുന്നതിനനുസരിച്ച് ഏതെങ്കിലും ഒരു മൃഗത്തെ കൊണ്ടുപോയി പാപത്തിനൊത്തവണ്ണം യാഗം കഴിച്ച് വരണമായിരുന്നു. മൃഗത്തിന്റെ പ്രത്യേകത ഊനമുള്ളതാകരുത്, കുറവുള്ളതാകരുത്, ഞൊണ്ടിയതും ആമേൻ സ്തോത്രം, ഞൊണ്ടിയതും ബുദ്ധിമുട്ടുള്ളതുമാകരുത്. ആമേൻ സ്തോത്രം. ഞൊണ്ടിയതും ബുദ്ധിമുട്ടുള്ളതുമായി തീരരുത്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നല്ലതായിരിക്കണം കുറുപ്രാവ്. ആ കുറുപ്രാവ് ആമേൻ സ്തോത്രം ഒന്നെങ്കിൽ മാത്രമേ അതിനെ ആമേൻ സ്തോത്രം യാഗം കഴിക്കുവാനായി സാധിക്കുകയുള്ളൂ. എന്നാൽ അടുത്ത പദത്തിലേക്ക് വരുമ്പോൾ, സ്തോത്രം സ്തോത്രം, അടുത്ത പദത്തിലേക്ക് വരുമ്പോൾ, ആമേൻ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, ആമേൻ ഊനമില്ലാത്ത, ആമേൻ ഒരു മുടന്തുമില്ലാത്ത, ഒരു കുഴപ്പവുമില്ലാത്ത 33.5 വയസ്സിന്റെ യുവത്വത്തിന്റെ തിളപ്പിൽ യുവത്വത്തിന്റെ ചോര ഒഴിച്ചു കൊടുത്ത കാൽവറിയിൽ കൊലക്കടത്തിൽ പിതാവിനുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസവേഷത്തിൽ വെളിപ്പെട്ടു വന്ന ഒരേ ഒരുവൻ യേശുക്രിസ്തു മാത്രം. ആദമിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ തേജസ്സിനെ ആമേൻ തിരികെ പ്രാപിപ്പാൻ വെളിപ്പെട്ടു വന്നവൻ. ഇന്ന് പകൽക്കാലം ഒരു ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറാം. രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമൃതയുള്ള ദൈവവും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ആമേൻ 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 മരിച്ചതിനെ ജീവിപ്പിക്കുന്നവനും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനും ആമേൻ ആമേൻ ഏക സത്യനിത്യദൈവമായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നിനക്കൊരു വീണ്ടെടുപ്പുള്ളൂ എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുകയാണ്. ഇവിടെ പറയുകയാണ്, സിംഹാസനത്തിന്റെ 4 ജീവികളുടെയും നടുവിലും ആമേൻ മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഇന്ന് പകൽ ചിലരോട് ദൂത് പറയുക, നിന്റെ ജീവിതത്തിന്റെ നടുവിൽ ആമേൻ വിഷമങ്ങളുടെ നടുവിൽ, കഷ്ടത
മലകളുടെ നടുവിൽ ഒരു കുഞ്ഞാട് നിനക്ക് വേണ്ടി അറുക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നിന്റെ ജീവിതത്തിനകത്തൊരു ജയമുണ്ടെന്ന്, നിന്റെ ജീവിതത്തിനകത്തൊരു മാറ്റമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നിന്റെ ജീവിതത്തിനകത്തൊരു മാറ്റം വരും. അവൻ നിന്റെ ജീവിതത്തിനകത്തൊരു വിടുതലുണ്ടാകും. നിന്റെ ജീവിതത്തിനകത്തൊരു വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകും. കാരണം ഒരു നല്ല കുഞ്ഞാട് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടത് കൊണ്ട് ഇന്ന് പകൽക്കാലം അറുക്കപ്പെട്ട കുഞ്ഞാടിന് ഉയർത്തം അർപ്പിക്കാം. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് മടങ്ങി വരാം. 2-ാം അധ്യായം 46-ാമത്തെ വാക്യം വായിച്ചാൽ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 46-ാമത്തെ വാക്യം. ദൈവത്തിന് മഹത്വം. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നത് കണ്ട് സ്തോത്രം. മതി. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ യേശു കർത്താവിന്റെ സ്ഥാനം മധ്യത്തിലായിരുന്നു, നടുവിലായിരുന്നു. സ്തോത്രം. കണ്ടോ? അത് കഴിഞ്ഞപ്പോഴും യേശുവിന്റെ സ്ഥാനം മധ്യത്തിൽ തന്നെയാണ്. പലപ്പോഴും യേശു തമ്പുരാൻ ഇറങ്ങി വരുമ്പോഴും അവരുടെ മധ്യത്തിൽ ഇറങ്ങി വന്നു എന്നാണ് തിരുവചനം വായിക്കുന്നത്. ഇവിടെ നാം വായിച്ചു, 3 നാൾ കഴിഞ്ഞ ശേഷം ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരുന്നു കൊണ്ട്, ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരുന്നു കൊണ്ട് അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നത് കണ്ടു. ദൈവത്തിന് മഹത്വം. കണ്ടോ? അവരുടെ നടുവിൽ, ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലാണ് യേശു കർത്താവ് ഇരുന്ന് അവരോട് സംസാരിച്ചത്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് അവൻ ആലോചന കൈമാറുകയാണ്. തമ്പുരാൻ നിന്റെ ജീവിതത്തിന്റെ കേന്ദ്രസ്ഥാനമായി തീരട്ടെ. തമ്പുരാന്റെ കേന്ദ്രസ്ഥാനം നിന്റെ ജീവിതത്തിനകത്ത് കൊടുക്കുക. അവൻ നിശ്ചയമായിട്ടും ഒരു വലിയ വിടുതൽ നിന്റെ ലൈഫിനകത്ത് വെളിപ്പെട്ടു ഒരു വേഗത്തിൽ പോകട്ടെ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കണ്ടോ? അവരുടെ നടുവിലാണ്. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിലാണ് ഞാനുള്ളത്. അല്ലാതെ ആമീൻ സൈഡിലല്ല, ആമീൻ അകലെയല്ല, വിദൂരത്തിലല്ല, ഏതെങ്കിലും ഒരു കോണിലല്ല. നമ്മുടെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവസാന്നിധ്യം ഇന്ന് പകൽക്കാലം എത്ര പേർ അത് ഇന്ന് പകലിൽ അനുഭവിച്ചു. നമ്മുടെ ആരാധനയുടെ മധ്യത്തിൽ നാം അനുഭവിച്ച ദൈവസാന്നിധ്യം അവൻ നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നതുകൊണ്ട് ആമേൻ. ആമേൻ പ്രിയരേ, ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ കാത്തിരിപ്പ് വെളിപ്പെട്ടപ്പോൾ 2-ാം അധ്യായത്തിനകത്ത് ആമേൻ 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 പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടത് നിങ്ങൾ കണ്ടല്ലോ. അതെന്താ? അവരുടെ നടുവിൽ ഇറങ്ങി വന്ന തൃത്വത്തിൽ 3-ാമനായ പരിശുദ്ധാത്മാവും തൃത്വത്തിൽ 2-ാമനായ ക്രിസ്തുവിന്റെ സാന്നിധ്യവും അവരുടെ നടുവിൽ ഇറങ്ങി വന്നപ്പോൾ അവർ ഇതുവരെ സംസാരിക്കാത്ത പുതുഭാഷകൾ അവർ സംസാരിച്ചു തുടങ്ങി. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, അവനത് നാവിൽ പുതിയൊരു പാട്ട് തന്നു, എന്റെ കാലുകളിൽ ഉറപ്പുള്ള പാറമേൽ നിർത്തി. സ്വോത്രം സ്വോത്രം സ്വോത്രം. ഇന്ന് പകൽക്കാലം അധരങ്ങളിൽ പുതിയ പാട്ടുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുക. കാലുകൾ വഴിവഴിപ്പിൽ നിൽക്കാതെ ഉറപ്പുള്ള പാറമേൽ കാലുകളെ ആമൻ വെച്ചിരിക്കുന്നത് ദൈവമൊക്കെ ദൈവത്തെ സ്തോത്രം ചെയ്യുക. അപ്പൊ 2-3 പേർ കൂടി വരുന്ന ഇടത്ത് ആമേൻ ആമൻ സൈഡിലല്ല, ആമൻ സമീപത്തല്ല, അവൻ നമ്മുടെ മധ്യത്തിൽ. ഇന്ന് പകൽക്കാലം നിന്റെ വീടിനകത്ത് ആമൻ നിന്റെ ഭവനത്തിന്റെ മധ്യത്തിൽ യേശു ഉണ്ടാകട്ടെ. നിന്റെ കുടുംബജീവിതത്തിനകത്ത് കുടുംബജീവിതത്തിന്റെ മധ്യത്തിൽ യേശു ഉണ്ടാകട്ടെ. ആമൻ നിന്റെ സഭയ്ക്കകത്ത് സഭയുടെ മധ്യത്തിൽ യേശു ഉണ്ടാകട്ടെ. ആമേൻ ആമൻ നിന്റെ ഉപജീവന മേഖലയ്ക്കകത്ത് മധ്യത്തിൽ യേശു ഉണ്ടാകട്ടെ. നിന്റെ എല്ലാ കാര്യങ്ങൾക്കകത്തും യേശുവിന്റെ സാന്നിധ്യം നിന്റെ മധ്യത്തിലായി ഇറങ്ങി വരുമ്പോൾ നിശ്ചയമായും ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകും. ഒരു വാക്യം വായിച്ചിട്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 13-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 13-ാം വാക്യം. ദൈവത്തിന് മഹത്വം. 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായ മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. ദൈവത്തിന് സ്തോത്രം. കണ്ടോ? വെളിപ്പാട് പുസ്തകത്തിനകത്ത് യോഹന്നാൻ ആത്മകണ്ണുകൊണ്ട് വെളിപ്പാട് പുസ്തകം എഴുതുകയാണ്. യോഹന്നാന്റെ ജീവിതത്തിലും പത്മോസിൽ കൊണ്ടുവന്ന് വെളിപ്പാട് പുസ്തകം എഴുതിക്കുമ്പോഴും യോഹന്നാന്റെ ജീവിതത്തിലും പത്മോസും മരണത്തിന്റെ ഭീതി വെളിപ്പെടുത്തി കൊടുക്കുമ്പോഴും
വെള്ളത്താൽ ചുറ്റപ്പെട്ട ആ ദ്വീപിനകത്ത് മരണഭീതി അവൻ വെളിപ്പെട്ട് നിൽക്കുന്ന അവൻ സ്തോത്രം ദ്വീപിനകത്ത് സ്വസ്ഥമായി സുഖമായി കിടന്നുറങ്ങി ആത്മനിയോഗമുള്ളവൻ ആത്മവിവശതയിലായിരിക്കുക. പ്രിയരെ, പുറപ്പാട് പുസ്തകത്തിൽ മോശ പറയുന്നുണ്ട്, മോശെ യഹോവയോ ദൈവത്തോട് ചോദിക്കുമ്പോൾ തമ്പുരാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ കാണുന്ന നാളിൽ നിങ്ങൾ മരിക്കും. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ പറയുന്ന ഒരു പദമുണ്ട്, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി ഞാൻ അവനെ കണ്ടു. അടുത്ത പദം, ഞാൻ അവനെ കണ്ടപ്പോൾ മരിച്ചവനെ പോലെ ആയി. മരിച്ചുപോയെന്നല്ല, മരിച്ചവനെ പോലെ ആയി എന്നാണ്. അവനെ കാണുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്ന് പറയുന്നത് അക്ഷരികമായും ശരിയാണെന്ന് തെളിയിക്കുകയാണ്. മരിച്ചു പോകാത്തതിന്റെ കാരണം ആത്മമണവാളനായി ക്രിസ്തുവുമായി അഭിവേദ്യമായ ബന്ധം ക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനാണ്. അതുകൊണ്ടാണ് അവൻ മരിച്ചു പോകാത്തതിന്റെ കാരണം. ആമേൻ, സ്വത്രം സ്വത്രം. മരിച്ചവനെ പോലെയായി ഇവിടെ പറയുക, 7 പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോടും സദൃശനായവനെ കണ്ടു. കണ്ടോ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ കണ്ടു എന്ന് ആമേൻ മുമ്പേ വായിച്ച വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ മുമ്പേ വായിച്ചതുപോലെ ഇപ്പോൾ 1-ാം അധ്യായത്തിൽ പറയുകയാണ്, ആമേൻ, പൊൻനില വിളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻകച്ച ധരിച്ചവരെ കണ്ടു. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് തമ്പുരാന് മഹത്വം കൊടുക്കാൻ കഴിയും? അതേ, മാറത്ത് പൊൻകച്ച ധരിച്ചവൻ ആമേൻ നമ്മുടെ ജീവിതത്തിന്റെ നടുവിൽ അവൻ വെളിപ്പെട്ടു വരട്ടെ. നമ്മുടെ അവൻ സമസ്ത വിഷയങ്ങൾക്കകത്ത് അവൻ വെളിപ്പെട്ടു വരട്ടെ. നമ്മുടെ സമസ്ത മേഖലയ്ക്കകത്ത് അവൻ വെളിപ്പെട്ടു വരട്ടെ. ഇന്ന് പകൽ എത്ര പേർക്ക് ദൈവത്തിന് യഹോവയ്ക്ക് തക്ക മഹത്വം കൊടുക്കാൻ കഴിയും? കണ്ടോ, 2-3 പേരുടെ നടുവിൽ, വിശുദ്ധന്മാരുടെ നടുവിൽ ഇറങ്ങി വരുന്ന തമ്പുരാൻ 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ, സഭയുടെ നടുവിൽ, സഭയുടെ കാന്തനായ ആത്മമണവാളൻ സഭയുടെ മധ്യത്തിൽ ഇറങ്ങി വരികയാണ്. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? അതെ, എന്റെ ജീവിതത്തിനകത്ത് പ്രഥമ സ്ഥാനം, എന്റെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദു യേശു ക്രിസ്തുവിനെ മാത്രമാണെന്ന് എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പറയാൻ കഴിയും? ദൈവിക പദ്ധതികളുടെ കേന്ദ്രബിന്ദു യേശു ക്രിസ്തു മാത്രമാണ്. ഒന്ന് തൃത്വത്തിൽ, രണ്ടാമൻ തൃത്വത്തിൽ നടുക്കാണ് പുത്രൻ. 2 ക്രൂശിലെ കള്ളന്മാരുടെ മധ്യത്തിലാണ്. 3 ഭയപ്പെടുന്നവരുടെ നടുവിലാണ് കർത്താവ്. 4 വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, സിംഹാസനത്തിന്റെ നടുവിൽ അറുക്കപ്പെട്ട ഒരു കുഞ്ഞാടിനെ കണ്ടു. സ്വത്രം. 5 ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ അവൻ യേശു ക്രിസ്തു അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. 6 2-3 പേർ കൂടി വരുന്നിടത്ത് വിശുദ്ധന്മാരുടെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു തമ്പുരാൻ. 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻകച്ച ധരിച്ചവൻ സഭകളുടെ നടുവിൽ. പ്രിയ സ്നേഹിത, നിന്റെ ജീവിതത്തിനകത്ത് യേശുവിന് കേന്ദ്രസ്ഥാനം കൊടുത്താൽ നിന്റെ ജീവിതം അനുഗ്രഹമായി തീരും. ഏത് വിഷയങ്ങൾക്കും, ഏത് പ്രശ്നങ്ങൾക്കും കുറുക്കു വഴികൾ ഒരുപാടില്ല. ഒറ്റ വഴി മാത്രം, അത് യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ്. യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ. യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നിന്റെ പാപങ്ങൾ മായ്ക്കപ്പെടുകയുള്ളൂ. യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നിന്റെ ജീവിതത്തിനകത്ത് വിടുതൽ സംഭവിക്കുകയുള്ളൂ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിലാണ്.